ഹലോ, ഛബി എംബ്ലമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കുറേ മെറ്റീരിയൽ ഇങ്ങനെ വെറുതെ കിടക്കുകയാണല്ലേ. കട്ട് പീസസ് ആണ്. കട്ട് പീസ് എന്ന് പറയാൻ പറ്റില്ല, വേസ്റ്റായിട്ട് മീൻസ് വലിയ യൂസൊന്നും ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള കുറേ മെറ്റീരിയൽസ് ഉള്ളത്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ എനിക്ക് കളയാൻ ഭയങ്കര പാടാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല അങ്ങനെ കളയുന്നത്, ഭയങ്കര സങ്കടം വരും. കാരണം ഇത് ഭംഗിയുള്ള തുണികളൊക്കെയാണ് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ തയ്ക്കുമ്പോൾ ബാലൻസ് ചെയ്യുന്ന തുണികളെല്ലാം ഇങ്ങനെ കൂട്ടി വെക്കും. എന്തെങ്കിലും കുഞ്ഞിന് കുട്ടി ഉടുപ്പ് തയ്ക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം, ക്രാഫ്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ കാര്യം എന്താ വെച്ചാൽ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അത് മാത്രമേ നടക്കുള്ളൂ. അപ്പം ഞാനോർത്ത് ഇന്ന് ഒരു മീൻസ് പില്ലോ കവർ തയ്ക്കാമെന്ന് വിചാരിച്ചേ. ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു പില്ലോ കവർ തയ്ക്കാം. അപ്പോൾ തുണി വേസ്റ്റ് ആവത്തുമില്ല, ഒരു രസമുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് അങ്ങനെ തയ്ക്കാൻ നിർത്തും. കാരണം നമ്മുടെ ഇത് വെച്ചിട്ട്, വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. മിക്കവരും തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാനോർത്ത് പില്ലോ കവർ തന്നെ തയ്ച്ചേക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറേയൊക്കെ ചുരുണ്ട് പോയ തുണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടി ഒപ്പിക്കണം. എനിക്കിഷ്ടമാണ് കേട്ടോ ഇത്. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഇതൊക്കെ. പില്ലോ കവർന്ന് തന്നെയല്ല, എന്തെങ്കിലും, അതായത് ഈ വെട്ട് പീസുകളിൽ നിന്ന് അല്ലെങ്കിൽ കളയുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. അതുപോലെ ഞാൻ ഈ നൂലൊക്കെ തീർന്നു കഴിയുമ്പോൾ അത് കളയില്ല കേട്ടോ. അതിൻ്റെ ആ പേപ്പർ ഉണ്ട്, അത് ഞാൻ കളയില്ല. അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. എന്നിട്ട് കുറേ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അത് വെച്ചിട്ട് ഉപയോഗിക്കും, എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ യൂസ്ഫുള്ളായിട്ടുള്ളത്. അങ്ങനെ എനിക്ക് വേസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ സാധനം ഇങ്ങനെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണാൻ ഭംഗിയുള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ദ തിങ് ഈസ്, സംഭവങ്ങളെല്ലാം അങ്ങനെ ഇരിക്കും. ഞാൻ വല്ല താണ്ടിലൊരിക്കലും ഇതൊക്കെ ഉപയോഗിക്കുള്ളൂ, മീൻസ് ഉപയോഗിക്കുള്ളൂ എന്നല്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപയോഗിക്കും. പക്ഷേ ഉണ്ടാക്കുന്നത് ഇങ്ങനെ എല്ലാവരും ചീത്ത കേട്ട് അങ്ങനെ ആയിരിക്കും ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ അതുവരെ ഇങ്ങനെ വേസ്റ്റ് എല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കും. അതൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പില്ലോ കവർ ഉണ്ടാക്കുവാണ്. അപ്പോൾ കാര്യം പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് എല്ലാ തുണിയൊന്നും തേക്കുന്നില്ല കേട്ടോ. ചിലത് ഭയങ്കരമായിട്ട് ചുരുങ്ങിയിരിക്കുന്ന തുണികൾ മാത്രം ഞാൻ തേച്ചിട്ട് നമുക്കതിൽ നിന്ന് മാക്സിമം എത്ര വലുപ്പത്തിൽ കിട്ടുമോ, പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അങ്ങനെ അങ്ങ് കട്ട് എടുത്തിട്ട് തയ്ച്ച് വെക്കാമെന്ന് വെച്ച് നമുക്കത് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ. ജോയിൻ ചെയ്ത് നമുക്ക് എവിടെ എന്തൊക്കെ ഫിറ്റ് ചെയ്യണം ഒരു ഐഡിയ ഇല്ല. ഇത് എവിടെ ഏത് കൂട്ടി പിടിപ്പിക്കണം എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. വലിയ പീസ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം. നമുക്ക് 1, 2, 3 പീസിൽ കാര്യം തീർക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. നോക്കാം എങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതാ ആദ്യത്തെ പില്ലോ കവർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 സെറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെനിക്ക് തയ്ക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ വീതി, ഈ തുണിയുടെ വീതി സെയിം ആയതുകൊണ്ട് എനിക്കിത് തയ്ക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. നമുക്ക് ഈ നൈറ്റി പീസില്ലേ, അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇറക്കമൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വീതി എനിക്ക് സെയിം ആയിട്ട് കിട്ടുന്നതുകൊണ്ട് എനിക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ 3 പീസ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വേഗം നമുക്ക് പില്ലോ വെച്ചിട്ട് വരാം. പില്ലോ കവർ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് ഇങ്ങനെ നല്ല നീളത്തിനായിട്ട് തുണി കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിത് കൂട്ടിയിടിക്കാൻ എളുപ്പം. ഞാൻ വേഗം കൂട്ടിയിടിച്ചിട്ട് കാണിച്ചു തരാവേ. പുതിയ മെഷീൻ മേടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം സ്പീഡിലൊക്കെ തയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരി സ്ലോയിലാണ് തയ്ച്ചേക്കുന്നെങ്കിലും, പക്ഷേ എനിക്ക് സമയം പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നെക്കൊക്കെ തയ്ക്കുമല്ലേ, നെക്ക് കൈ അറ്റാച്ച് ചെയ്യണേ, അതിനൊക്കെ എനിക്ക് ഒത്തിരി സമയം വേണ്ടി വരിക. കാരണം എനിക്ക് ഇതിൻ്റെ സ്പീഡ് കുറച്ചിടാം, പക്ഷേ എനിക്ക് അങ്ങ് കൺട്രോളായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് മെഷീൻ അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ടില്ല ഇതുവരെ. പക്ഷേ സംഭവം നല്ല കേട്ടോ, സ്റ്റിച്ചൊക്കെ എനിക്കിഷ്ടമായി. പിന്നെ ഇതിന് വേറൊരു വിഷയം എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെനിക്ക് നൂല് പെട്ടെന്ന് പൊട്ടിപ്പോവേ. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം, ഞാൻ ഇതിൻ്റെ ഫുഡ് പെഡൽ യൂസ് ചെയ്യാൻ ശരിക്കും പഠിച്ചിട്ടില്ല. ശരിക്കും ഇത് പറയുകയാണെങ്കിൽ ഒരു ഫെദർ ടച്ച് പോലെ കേട്ടോ.
പക്ഷേ ഞാൻ ഇത്രയും നാൾ സിംഗിൾ മെഷീനിൽ മറ്റേ മോട്ടർ ഉപയോഗിച്ച് തയ്ച്ചുകൊണ്ടിരുന്നു. അതിലത്യാവശ്യം നമ്മൾ ഫോഴ്സ് ചെയ്ത് തന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ഇതിൽ അങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ കാല് പ്രസ് ചെയ്യുന്നതിൻ്റെ അതുകൊണ്ടാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, നൂലിടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നൂല് പൊട്ടിപ്പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഇനി ഇതല്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള പീസ്. അപ്പോൾ ഇത് നടുക്ക് വരാൻ പോലെ ഇതങ്ങ് വെച്ച് കൊടുക്കാൻ വിചാരിച്ചേ. അപ്പോൾ അതൊന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ. കാരണം നമ്മൾക്ക് ഇതത്ര ഞാൻ ഇതുവരെ തയ്ച്ച കടയിൽ മെഷീൻ മേടിച്ച കടയിലൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം എന്തുകൊണ്ടാണ് ഇതിൽ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ ഈ 3 പീസും കൂടി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ഈ രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് ഇത് തയ്ക്കാൻ പറ്റുക ഇങ്ങനെ മടക്കിയാട്ടോ തയ്ക്കാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ കൂടി ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ രീതിക്ക് മെറ്റീരിയൽ നമുക്ക് കിട്ടുന്ന രീതിക്ക് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനല്ലേ, മെറ്റീരിയൽ നമുക്ക് കിട്ടുന്ന രീതിക്ക് തന്നെ അങ്ങ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പില്ലോ കവർ തയ്ച്ചുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. വലിയ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇനി ഞാനിതിന് ഒരു സൈഡെല്ലാം അടിച്ചിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ മുകളിലോ താഴെ എവിടെയെങ്കിലും, മുകളിലും താഴെയൊന്നും ഇല്ല, ഒരറ്റത്ത് നമ്മളെ സിബ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ഈ ഒരു അറ്റത്താണ് കേട്ടോ സിബ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്, ഈ എൻഡിൽ. അപ്പോൾ സെയിം കളർ സിബൊന്നും വയ്ക്കുന്നില്ല. എൻ്റെ കയ്യിലൊരു ഇൻവിസിബിൾ സിബാണ്. ഇൻവിസിബിൾ ആക്കുന്നൊന്നും ഇല്ലായിരിക്കുമേ, കാരണം എനിക്കിതിൻ്റെ ലെങ്ത് കുറച്ച് കിട്ടാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻവിസിബിളൊന്നും ആക്കുന്നില്ല, മാക്സിമം അരികെ ചേർത്തങ്ങ് തയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിബ് ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ജോയിൻ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഒറ്റപ്പാളി പോലെയാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ ഒറ്റപ്പാളി പോലെയുള്ളൊരു പീസാണ്. അപ്പം ഞാൻ ഇതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും, ഒരു 1/2 ഇഞ്ച് അങ്ങനെ സിബ് ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടി മാത്രമേ. ഞാൻ ഓൾറെഡി അത് കട്ട് ചെയ്തായിരുന്നേ, പക്ഷെ അന്നേരം ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു. ഈ ഒരു എൻഡിൽ ജസ്റ്റ് ഒന്ന് ഇത്രയും ഒരു 1/2 ഇഞ്ച് മാത്രം ഞാൻ കട്ട് ചെയ്യും, നമുക്ക് ഈ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്കിനി ആദ്യം സിബ് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇൻവിസിബിൾ സിബാണ്, പക്ഷെ ഞാൻ അതിൻ്റേതായ രീതിക്കൊന്നും അല്ല പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സിബ് പിടിപ്പിച്ചിട്ടുണ്ട്, ഒരറ്റത്ത് സിബ് പിടിപ്പിച്ചു. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇത് ചെയ്യാനുള്ളത് ഈ ബോട്ടം പോർഷനും ഈ സൈഡും കൂടെ അടിച്ചാൽ നമ്മുടെ പില്ലോ കവർ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് വേഗം ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മുടെ പില്ലോ കവർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വലിയ ഭംഗി ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് യൂസ് ചെയ്യാനല്ലേ, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പില്ലോ കവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? നമുക്ക് എന്തായാലും ഇതിനകത്തൊരു പില്ലോ ഇട്ട് നോക്കാം എങ്ങനെയുണ്ട്, നമ്മൾ തയ്ച്ച് കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു പില്ലോയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു പില്ലോ, ഇതൊരു പഴയ പില്ലോ ആയിരുന്നേ, അത് ഞാൻ വെച്ചിട്ടുണ്ട്.
നന്നായിട്ടുണ്ടല്ലേ? കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പില്ലോ കവർ തയ്ക്കാമെന്നായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സെക്കൻഡും കൂടി തയ്ക്കണം എന്നാണല്ലോ. എന്തായാലും ഞാൻ ഇന്നത്തെ ദിവസം ഇതും കൊണ്ട് അങ്ങ് നിർത്തുകയാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പില്ലോയും ഈ വീഡിയോയും സ്റ്റിച്ചിങ്ങൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് അടിക്കണം കേട്ടോ. ഓക്കേ.